ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ കൊണ്ടുവന്ന ആലോചനയെക്കുറിച്ച് കൂടുതലൊന്നും പറയണ്ട. അതിനെന്താ ഒരു കുഴപ്പം? അഷിതയ്ക്കാണെങ്കിൽ ഇതുപോലൊരു വിവാഹം നീ ആലോചിക്കോ? അഷിതയെ പോലെയാണോ ദുർഗ? ഒരു കൊലപാതകയുടെ മകളല്ലേ ഇവള്? സ്റ്റേഷനിലേക്ക് വിളിച്ച് വണ്ടി വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവരെ സേഫ് ആയിട്ട് എത്തിക്കണം. ശരി സർ. പിന്നെ ഇവരുടെ പാരന്റ്സ് ആരാണെന്ന് കണ്ടെത്തി അവരെ വിളിച്ച് എല്ലാ കുട്ടികളെയും പോലീസിനോട് അവരുടെ കൈകളിൽ ഏൽപ്പിക്കാൻ പറയണം. ഓക്കെ സർ. മൂക്ക് തരട്ടെ, കുടിച്ചു. ഇതാ മോളുടെ പേരെന്താ? എന്താ മോളുടെ പേര്? ധോനി എന്നാ മോളുടെ പേര്. ധോനിമോൾക്ക് സംസാരിക്കാനും കേൾക്കാനും സാധിക്കില്ല. അയ്യോ, അത് പിന്നെ സോറി, ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ വലിയ കുഴപ്പമൊന്നും മോൾക്കില്ല. ഒരു മെന്റൽ ഷോക്കിൽ സംഭവിച്ചതാ. അത് പതിയെ മാറും. ഒരു സാധാരണ കുട്ടിയെ കാണുന്ന പോലെ മോളെയും കണ്ടാ മതി. ദുർഗയെ അങ്ങനെ തന്നെ പറയാറ്. ദുർഗയോ? അതെ, ദുർഗ. ജയശ്രീയുടെ മോളാ, എന്റെ കൊച്ചുമോള്. ഓ, എന്നിട്ട് ദുർഗ എവിടെ? അവള് സ്കൂളിലെന്താ അത്യാവശ്യമായിട്ട് പോയതാ. ധോനിമോളെ പോലുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചറാ ദുർഗ. എല്ലാ കുട്ടികളെയും ഒരുപോലെ കാണണമെന്നാ ദുർഗ എപ്പോഴും പറയാറ്. ദുർഗ അന്ന് ഹോട്ടലിൽ വന്നില്ലല്ലോ. അടുത്ത തവണ എന്തായാലും നേരിട്ട് കാണണമെന്ന് പറയണം. പറയാം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ഡിസൈനർ ടീം ഇവിടെ വന്നോളൂ. ശരി ശരി. അഷിത, ബൈ. 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 ഒരു മിനിറ്റ്, ഞാൻ ഈ കോൾ എടുത്തിട്ട് വരാം. നിനക്കത് ഹാൻഡ് ഫ്രീ സംസാരിച്ചൂടെ? കറി കണക്ട് ചെയ്യാമല്ലോ. അതെ, ആരാ ഇപ്പൊ നിന്നെ വിളിക്കുന്നേ? ഫ്രണ്ട്സാ, ഞാൻ ഇപ്പൊ വരാം. പൃഥ്വി പറഞ്ഞത് കേട്ടില്ലേ? നിങ്ങൾ എല്ലാവരും കൂടി എന്റെ മോനെ ഇങ്ങനെ ശ്വാസം മുട്ടിക്കാതെ അവന് ഒരു ഫോൺ എടുക്കാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും കൊടുക്ക്. നീ പോയി സംസാരിച്ചിട്ട് പോ മോനെ. ഹലോ, നീ എവിടെയാ പ്രതി? കണ്ടെയ്നർ പോലീസ് പിടിച്ചു. എല്ലാം നീ ഏറ്റൂന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സംഭവിച്ചത് കണ്ടോ? അത് ഞാൻ ക്യാഷ് പോയത് എന്റെയാ. അതെനിക്ക് തിരിച്ചു കിട്ടിയേ പറ്റൂ. അല്ലെങ്കിൽ അത് നിന്നെ കൊണ്ട് മുതലാക്കേണ്ടത് എങ്ങനെയെന്ന് എനിക്കറിയാം. എല്ലാം നിന്റെ ശ്രദ്ധക്കുറവും ഉത്തരവാദിത്വമില്ലായ്മയും കൊണ്ട് സംഭവിച്ചതാ. അയ്യോ, അങ്ങനല്ല. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞതാണ്, നിനക്കുള്ള റിവാർഡ് നിനക്ക് തന്നെ കിട്ടുമെന്ന്. ബി റെഡി ഫോർ ദാറ്റ്. ഹലോ, ഞാൻ ഹലോ ഹലോ
നിക്കടി അവിടെ. ഞങ്ങളെ എല്ലാരും നാണം കെടുത്തിട്ട് നീ എവിടെ തെണ്ടി തിരിഞ്ഞിട്ട് വരുവാ? ഈ കുടുംബത്തിനെ നാട്ടുകാരുടെ മുമ്പിൽ അപമാനിക്കുന്ന ലക്ഷ്യമല്ലേ ഇവൾക്ക് ഇവളുടെ തള്ളയ്ക്കുള്ളൂ. വിളിച്ചു വരുത്തിയവന്റെ മുന്നില് എന്നെ നാണം കെടുത്തിയത് എന്തിനാണെന്നാ നിന്നോട് ചോദിച്ചത്. നിങ്ങൾ രണ്ടുപേരും ഒന്ന് സമാധാനിക്ക്. ചേച്ചി എന്തെങ്കിലും അത്യാവശ്യത്തിന് പോയതായിരിക്കും. ഇവളെ പെണ്ണ് കാണാൻ ഇവിടെ ആൾക്കാർ വന്നിരിക്കുമ്പോ അതിൽ പര എന്താവശ്യം അവൾക്കുള്ളത്? അതെ, മൂങ്ങെ പോലെ നിക്കാതെ മറുപടി പറയടി. ഇവളുടെ മനസ്സിലിരിപ്പ് എന്താണെന്നേ എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് വന്ന കല്യാണാലോചന എങ്ങനെയെങ്കിലും മുടക്കണം. അതിനു വേണ്ടിയാ ഇവളിപ്പോ ഓരോന്ന് ചെയ്തു കൂട്ടുന്നേ. ഇങ്ങനൊന്നും പറയരുത് ഷീ. ഞാൻ മനസ്സിൽ പോലും ഓർക്കാത്ത കാര്യങ്ങളൊക്കെ നീ പറയുന്നേ. ഇവള് പറഞ്ഞതിൽ എന്താ തെറ്റ്? നീ കാണിച്ചു കൂട്ടിയത് മുഴുവൻ അതിനു വേണ്ടിയാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. നിങ്ങൾ എല്ലാരും കൂടി അവളെ ക്രൂശിക്കണ്ട. ഞാൻ പറഞ്ഞിട്ടാ ദുർഗ പോയത്. ആഹാ, അത് കൊള്ളാം. നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ ഇവൾക്ക് കല്യാണം ആലോചിച്ചേ. എന്റെ മോളുടെ വിവാഹം നടത്താൻ ഈ നാശം പിടിച്ചവളുടെ കല്യാണം നടത്തണമെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ കഷ്ടപ്പെട്ട് ഈ ആലോചന കൊണ്ടുവന്നേ. നീ കൊണ്ടുവന്ന ആലോചനയെ കുറിച്ച് കൂടുതലൊന്നും പറയണ്ട. അതിനെന്താ ഒരു കുഴപ്പം? അഷിതയ്ക്കാണെങ്കിൽ ഇതുപോലൊരു വിവാഹം നീ ആലോചിക്കോ? അഷിതയെ പോലെയാണോ ദുർഗ? ഒരു കൊലപാതകയുടെ മകളല്ലേ ഇവള്?